ഗൈസ് അപ്പോൾ മലമ്പുഴ ഡാമിലേക്ക് പോയ ഒരു അടിപൊളി ഒരു വീഡിയോ തന്നെയാണിത്. അല്ല ഗൈസ് അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാനുള്ള ഒരേ വൈബിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണല്ലോ ഡ്രസ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ അത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മഴക്കാലം കൊണ്ട് തന്നെ ഒന്നും ഉണങ്ങിയിട്ടില്ല, നല്ല ആവി പൊന്തുണ്ട് ചൂടായപ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുക, ഞാൻ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഒരു മാസ എൻട്രിയുമായിട്ട് വരാമെന്ന് വെച്ചിട്ട് ഒന്നുകൂടി അങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ ട്രോളാൻ വേറെ ആരും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, പെയ്ത് തോർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാസ എൻട്രിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വീണ്ടും ചിരി വരികയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ ചെരുപ്പിട്ട് നേരെ ഇനി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് വെച്ചാൽ നമ്മുടെ ബാക്കിലുള്ള ഫിഷ് ടാങ്കിൻ്റെ അടുത്തോട്ടാണ്. അവിടേക്ക് പോകുന്ന വഴി എന്തായാലും ഒരു ഗ്ലാസും വെച്ച് പോകാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ മീൻകുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകണതിൻ്റെ ആൾക്കാരെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ നമ്മളെ ചൂട്ടയായ നമ്മളെ റംഷാദ് അതേപോലെ തന്നെ റൌഫ് നമ്മളെന്തായാലും വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബോറടിച്ചപ്പോൾ നേരെ മലമ്പുഴയിലോട്ട് പോവാമെന്ന് വെച്ചു. അപ്പോൾ പോണ വഴിയിൽ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ 2 കുരങ്ങന്മാർ ഗൈസ് എന്താ എവിടുന്നാ വന്നതെന്നറിയില്ല. അപ്പോൾ എന്തായാലും അതിനെ കാണാനായിട്ട് നമ്മൾ മുന്നോട്ട് ഗൈസ്. അപ്പോൾ അത് നമ്മളെ ചീറിപ്പാഞ്ഞ് നമ്മളെ എരുത്തോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദേഷ്യക്കാരനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ പോകുന്ന ഒരാൾ കൂടി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഒരു ഏട്ടനും കൂടി ഉണ്ട്. നമ്മുടെ ചോട്ട എന്തായാലും കുരങ്ങനെ നല്ലോണം പറ്റിയെന്ന് തോന്നുന്നു, നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളെ ബസ് എന്തായാലും എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ്സിലൂടെയുള്ള യാത്രയിലൂടെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള നാടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ബസ് കയറിയിട്ടുണ്ട്, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം സീറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് അവസാനം. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ബസ്സിലൂടെ നമ്മൾ നേരെ ഇനി പാലക്കാടിലോട്ട് പോകാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ 3/4 മണിക്കൂറിൻ്റെ യാത്രക്കൊടുവിൽ നമ്മൾ നേരെ പാലക്കാട് ഒലവക്കോട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗും നമ്മൾ ഇവിടെ തന്നെയാണ് അവസാനിപ്പിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ മലമ്പുഴയിലോട്ടുള്ള ബസ്സിലങ്ങ് കയറിയിട്ടുണ്ട്. ഒരു വിൻറ്റേജ് ബസ് പോലെ ഒരു ഫീലിംഗ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു ഉള്ളേരിയയിലൂടെ പോയി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറിയെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ വിൻറ്റേജ് ബസ് എന്ന് പറയാനുള്ള കാരണം പാട്ട് തന്നെയാണ്, നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വൈബ് പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാലക്കാടിൻ്റെ അഹങ്കാരമായ നമ്മുടെ വയലുകൾ കാണുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മനോഹരമായി തോന്നിയ ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് തന്നെ കാണിക്കാനുള്ള കാരണം. പിന്നെ കുറേ മുന്നോട്ട് പോയപ്പോൾ നമ്മളെ ഫാൻറ്റസി പാർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലോട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്, മലമ്പുഴ ഡാം കാണാനാണ്. മുന്നോട്ട് പോയപ്പോൾ ആടും കാര്യങ്ങളൊന്നും വഴി തരുന്നില്ല ഗൈസ്. എന്താണെന്നറിയില്ല, ആടുകൾക്കൊക്കെ ഭയങ്കര അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഇടുങ്ങിയ റോഡിലൂടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ മുന്നിലോട്ട് അങ്ങ് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ചെക്കൻ എന്തായാലും ടിക്കറ്റ് എടുക്കാനായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു സഹോദരനെ അങ്ങ് കണ്ടിട്ടുണ്ട്. ഇവൻ നല്ല ഉറക്കമാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഇടങ്ങാറാക്കാനായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അവിടുത്തെ ഭംഗികൾ ആസ്വദിക്കുക, ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, മനസ്സിലായി ഗൈസ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ 2 പേരെയും കണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ ചെക്കൻ്റെ ആഗ്രഹങ്ങൾ എന്തായാലും തീർത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഒരു ഫോട്ടോ അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയും നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അതിമനോഹരമായിരിക്കും. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അതിലും മനോഹരമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഗൈസ്. എന്തായാലും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ കുറേ നേരം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കുറച്ച് പക്ഷികളുടെ ഒരു ഫാമിലി തന്നെ അങ്ങ് കണ്ടിട്ടുണ്ട്. ഒരു അടിപൊളി ഫാമിലി തന്നെയല്ലേ ഗൈസ്.
ഗൈസ് നമ്മളെ ട്രിപ്പ് വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഡാമിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് പോവാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗികൾ ഞാൻ വീണ്ടും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. എല്ലാവരും ശരി. അങ്ങനെ ഒരു സഹോദരനെയും കൂടി കണ്ടിട്ടുണ്ട്. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു കൃഷ്ണനെയും വള്ളത്തിൻ്റെ നടുവിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ദൂരങ്ങൾക്ക് ശേഷം ഞാൻ ക്യാമറയുടെ മുന്നിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. കൈസോ മലമ്പുഴ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് നിന്നതാണ്. അതിനുശേഷം എനിക്കൊരു പൂവ് കിട്ടിയിട്ടുണ്ട്. എവിടുന്നല്ല റംഷാദ് എനിക്ക് അവിടുന്ന് തന്നെ പറിച്ചു തന്നാണ്. അടിയിട്ടാത്ത ഭാഗ്യം. എന്തായാലും അതെടുത്ത് ഞാൻ ആർക്കും കൊടുക്കണമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അങ്ങ് തരികയാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ചിലവ് കിട്ടിയില്ല എന്ന് ആരും പറയരുത്. ഞാൻ നിങ്ങൾക്കൊരു പൂവങ്ങ് തന്നിട്ടുണ്ട്. ഇനി ചിലവ് കിട്ടിയില്ല എന്ന് ആരും പറയരുത്. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് വീണ്ടും മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രകൃതി ഭംഗികൾ എന്ന് പറയുന്നത് വളരെ വളരെ അത്ഭുതം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറ്റം പറയുന്നില്ല, അടിപൊളിയൊക്കെ തന്നെയാണ് ഗൈസ്. എന്തായാലും മുകളിലൂടെ പോകുന്ന ആ ട്രക്കിംഗ് കണ്ടോ, എന്തായാലും ആ സാധനം കണ്ടോ, അതിലോട്ട് ഒന്ന് കയറണം നല്ല പൂതി ഉണ്ടായിരുന്നു. ലാസ്റ്റ് എന്താ സംഭവിച്ചെന്ന് എല്ലാവരും കണ്ടു തന്നെ അറിയണം. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ആ ഷിപ്പ് ലൈൻ പോലത്തെ ആ സാധനം. എന്തായാലും അതിലോട്ട് നോക്കി നിൽക്കുകയാണ് നമ്മളെ ചെക്കൻ എന്തായാലും നല്ല ആഗ്രഹമുണ്ട് അതിലോട്ട് കയറാനായിട്ട്. ഞാൻ എന്തായാലും അവരോട് പ്രോമിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൽ എന്തായാലും കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈയൊക്കെ മുട്ടിയിട്ടുണ്ട്. ചെക്കൻ്റെ മുഖത്തുള്ള സന്തോഷം നിങ്ങളൊന്ന് കാണണം. അങ്ങനെ നേരെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഡാമിൻ്റെ മുകളിലോട്ട് അങ്ങ് കയറണം. അവിടുത്തെ പ്രകൃതി ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി മുന്നോട്ട് പോയപ്പോൾ ജീവനില്ലാത്ത രണ്ട് സിംഹങ്ങളെ കണ്ടിട്ട് പുലികളാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും അതിൻ്റെ മുകളിലോട്ട് പോയപ്പോൾ എന്തോ സംഭവം എനിക്ക് ഇതുവരെയായിട്ട് ഇപ്പോഴും മനസ്സിലായില്ല. ഒരു ചങ്ങായി ഒരു സഹോദരനാണ് വീട്ടും അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരനും എന്ന് പറയുന്നത് അവിടെ കുറേ അലഞ്ഞു നിൽക്കുന്ന നായ്ക്കളുണ്ട്, അവരെയാണ് നമ്മൾ സഹോദരങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ നേരെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു ബോർഡ് കണ്ട് ആ ബോർഡ് എല്ലാവരും വായിക്കണം നിർബന്ധമാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് മഴയും കാർമേഘങ്ങളെല്ലാം മൂടിക്കൊണ്ട് ഒരു മൂടിയ അവസ്ഥയാണ്. എന്നാലും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ആംബിയൻസ് തന്നെ ഉണ്ട് ഗൈസ്. എന്തായാലും ഒരു സമാധാനപരമായ ഒരു ആംബിയൻസ് എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാനായിട്ട് പറ്റും. കുറേ ആൾക്കാരൊന്നുമില്ല, ആളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളും 2-3 ഫാമിലീസ് എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ദൂരേക്ക് നോക്കിയാൽ മനസ്സിലാകും അവിടെ ഒരു മീൻ വേട്ടക്കാരനുണ്ട് ഗൈസ്. എന്തായാലും മഴയത്തും മൂപ്പർ നല്ല മീൻ വേട്ടയിലാണ്. ഞാൻ യോയോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആസ്പദമായ നല്ല സന്തോഷത്തിലാണ്. കുറച്ച് നേരങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ട്രിപ്പ് അങ്ങ് വൈബായിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ കുറച്ച് നേരം ശ്രമിച്ചിരുന്നു, മഴ തോരുന്നില്ല ഗൈസ്. എന്തായാലും നനഞ്ഞ് കുളിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഡാമിലോട്ടൊന്ന് നോക്കിയത് ഗൈസ്. ഫുള്ള് വേസ്റ്റാണ്. നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. കുപ്പിയും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലോട്ടങ്ങ് ഇട്ടാൽ മാത്രം മതി ഗൈസ്. എന്തായാലും നല്ല കാറ്റും അടിക്കുന്നുണ്ട്, എന്തൊക്കെ കുലുങ്ങുന്നുണ്ട് ഗൈസ്. എന്തായാലും പേടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടായുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഞാൻ നേരെ ഡാമിലോട്ടങ്ങ് നോക്കി. ഇപ്പോഴാണ് ഞാൻ നേരെ അത് കണ്ടത് ഗൈസ്. എന്തായാലും പ്ലാസ്റ്റിക് എന്തായാലും അതിൽ മൂടി അങ്ങ് കടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഗൈസ്. അപ്പോൾ അതിൽ നന്നായി മഴ പെയ്തപ്പോൾ നമ്മൾ നേരെ ഡാമിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. 2 പേരിപ്പോൾ നനഞ്ഞ് കുളിഞ്ഞ് കോഴികളെ പോലെ വരുന്നതായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പ് വന്ന സ്ഥലത്തോട്ട് തന്നെ അങ്ങ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് രണ്ടാമതൊരു കുളിക്കേണ്ട ആവശ്യം ഇല്ല ഗൈസ്. എന്തായാലും നല്ല അങ്ങ് കുളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം വരുമ്പോൾ കണ്ട ഷിപ്പ് ലൈനിൻ്റെ കയറാനുള്ള മൂടങ്ങ് പോയിട്ടുണ്ട്. തണുത്ത് വറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മഴ തട്ടി അപ്പം വറക്കാൻ തുടങ്ങും. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കുറേ കടകളെല്ലാം അടച്ചിരിക്കുകയാണ് ഗൈസ്, ഞായറാഴ്ച കൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ മഴ കൊണ്ടാലും തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയി വീണ്ടും ഭംഗികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പുകളും അതേപോലെ തന്നെ അതിലൂടെയുള്ള മഴകളും തണുപ്പും അതേപോലെ തന്നെ ചിരിയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നമ്മൾ നേരെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഷട്ടറിൻ്റെ ആ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഒരു പാലം കണ്ടിട്ടുണ്ട്.
അതിലോട്ട് അങ്ങ് കയറാമെന്ന് വെച്ചു. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് പാലം നല്ല കുലുക്കാണ് ഗൈസ്, അടിപൊളിയാണ്, സ്പ്രിങ് പോലെ ഉണ്ട്. അങ്ങനെ എന്തായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, വെള്ളം നനഞ്ഞിട്ട്. ഗൈസ് അപ്പോൾ ഷട്ടറും കാര്യങ്ങളൊക്കെ തുറന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ മലമ്പുഴ ഡാം കാണാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ അടുത്ത പാലത്തിലൂടെ അങ്ങ് പോവാനായിട്ട് പോവാണ്. വീണ്ടും നമ്മൾ തിരിച്ചു വന്ന വഴിയിലൂടെ തന്നെ പുറത്തോട്ടങ്ങ് പോവാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളെ മുന്നിലുള്ള റൂഫ് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, അവൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും പിന്നോട്ടൊരു നമ്മൾ നീക്കമില്ല. അങ്ങനെ ഒരു സുഹൃത്തുക്കളുണ്ട് കണ്ടിട്ടുണ്ട്, അവർക്കാണ് തീരെ പേടില്ല. അങ്ങനെ നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു ചായക്കടയിലോട്ട് അങ്ങ് ചെന്നിട്ടുണ്ട്. നമ്മുടെ ദൈവമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. നല്ല തണുപ്പത്ത് ഒരു ചായ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളി ചായ തന്നെയായിരുന്നു. അവസാനമായിട്ട് ഒരു കടി നമുക്ക് അവിടെ എടുത്തു വെച്ച പോലെയായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഒരു കടിയുണ്ട്, ആ കടി നമ്മളെന്തായാലും പൊട്ടിച്ചെടുത്ത് ആ ചായ അങ്ങ് ആ മഴയത്ത് നല്ല ആസ്വദിച്ച് അങ്ങ് കുടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അങ്ങ് ഷെയർ ചെയ്യുകയാണ്. പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും ആ മഴയത്ത് നല്ലൊരു ചായ, അതേപോലെ തന്നെ ചിരിയും കളികളുമായിട്ട് എന്തായാലും അവസാനിപ്പിക്കാനായിട്ട് പോണ ഒരു എൻ്റെ ഏരിയയിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷിപ്പ് ലൈൻ എന്തായാലും നമുക്ക് കയറാനായിട്ട് പറ്റില്ല. ആ ഒരു വിഷമം മാത്രം നമ്മൾ മനസ്സിലൊതുക്കിക്കൊണ്ട് പിന്നൊരു ദിവസം നമ്മൾ വന്നിട്ട് എന്തായാലും അതിലൂടെ പോകുന്നൊരു വ്ളോഗ് എന്തായാലും ഇടാമെന്ന് വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഏറ്റവും ബാഡായി തോന്നിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. എന്തൊരവസ്ഥയാണ് നോക്കുക ഗൈസ്. എന്തായാലും നമ്മൾക്ക് എന്തായാലും അവിടെ നിന്നൊരു ബസ് അങ്ങ് കിട്ടിയിട്ടുണ്ട്. ആളും മനുഷ്യനില്ലാത്തൊരു ബസ്, ഞങ്ങൾ 4 ആൾ മാത്രം. പിന്നെ ബസ് ഡ്രൈവറും അതേപോലെ പൈസ വാങ്ങുന്ന ആളുണ്ട്. അങ്ങനെ ടി വിയിലോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ നേരെ യാത്ര ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. നേരെ നമ്മൾ ചെന്നിറങ്ങിയത് ഒരു എണ്ണക്കടി കടയുടെ മുന്നിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ നല്ല ചൂടോടെയുള്ള എണ്ണക്കടി നമുക്ക് തന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂട്ടി അടിച്ചിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് അങ്ങ് പോവാനായിട്ട് പോവാണ്. അങ്ങനെ നമുക്ക് ഒരു യാത്ര കൂടി ഓർമ്മിപ്പിക്കാനായിട്ട് എനിക്ക് സമ്മാനിച്ചുകൊണ്ട് മലമ്പുഴ അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഈ വ്ളോഗ് എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. അടുത്ത കിടക്കാച്ചി വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ഗൈസ്. അപ്പോൾ ആരെല്ലാം പോണതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോകും ഗൈസ്. അപ്പോൾ എന്തായാലും ബൈ.